റിയൽ എസ്റ്റേറ്റിലേക്കുള്ള നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റിനേക്കാളും കൂടുതൽ വാഹനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പല സമയത്തും പല രീതിയിലായിരിക്കും നമ്മുടെ വാഹനത്തിന്റെ പർച്ചേസ് റിക്വയർമെന്റ്, അതായത് വാഹനം വാങ്ങിക്കേണ്ട ആവശ്യങ്ങൾ പലതായിരിക്കും. അത്തരം സമയത്ത് നമ്മളെ നീഡും അതേപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇതിനെ വളരെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലാരിറ്റി വരുന്നത് ഏത് കമ്പനിയുടെ വാഹനം ഉപയോഗിക്കണം, ഏത് കമ്പനിയുടെ വാഹനമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്, അതിലേത് വേരിയൻ്റ് ആണ് ഏറ്റവും നമുക്ക് മാച്ച് ആയിട്ടുള്ളത്, ഏത് കളറാണ് നമ്മുടെ നീഡ്സിന് ഏറ്റവും സ്യൂട്ടബിൾ, ഏത് എൻജിൻ ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും വേർത്ത്ഫുള്ള്, ഏത് ട്രാൻസ്മിഷനാണ് നമ്മളെ യൂസിന് ഏറ്റവും ഈസി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. വെൽക്കം ടു അറ്റോസ് ഓട്ടോമോട്ടീവ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബഡ്ജറ്റാണ് ഇതിൻ്റെ ഏറ്റവും ബേസ്. ഏത് മാനുഫാക്ചറർ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തിനു വേണ്ടി വാഹനം വാങ്ങിക്കുന്നു എന്നതിൻ്റെ ബേസാണ്. കുറച്ച് ഫീച്ചേഴ്സുള്ള വണ്ടി കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാനാണ് എന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് നമുക്കങ്ങനെ റീസെയിലൊന്നും വലിയ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മാനുഫാക്ചറർ സെലക്ട് ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല. അതല്ല, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് പോലെ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ അത് വിൽക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്വാളിറ്റി ബേസ് ചെയ്ത് ഡ്യൂറബിലിറ്റിയോട് കൂടിയിട്ടുള്ള വാഹനം സെലക്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ഉദാഹരണം ടൊയോട്ട, അതേപോലെ തന്നെ മാരുതി സുസുക്കി പോലുള്ള ബ്രാൻഡുകൾ. ബിസിനസ് ഓണേഴ്സൊക്കെ ടൊയോട്ട വണ്ടികൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ ചെയ്യാറുണ്ട്. കാരണം വാങ്ങിക്കഴിഞ്ഞാൽ വിൽക്കുന്ന സമയത്ത് നല്ല റീസെയിൽ വാല്യൂ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ടുള്ള വണ്ടികൾ ലിമിറ്റഡ് ബഡ്ജറ്റിൽ വേണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാനുഫാക്ചർ ആയിട്ടുള്ള മഹീന്ദ്ര, ടാറ്റ പോലുള്ള ബ്രാൻഡുകൾ ഓപ്റ്റ് ചെയ്യാം. അടുത്തത്, നമ്മൾ ഏത് വേരിയന്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ബഡ്ജറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് സെക്കൻഡ് ഓപ്ഷനോ ബേസ് ഓപ്ഷനോ എടുക്കുന്നതാണ്. കാരണം വാഹനത്തിന്റെ എഞ്ചിനിലും സസ്പെൻഷനിലും അതേപോലെ തന്നെ ബാക്കി ബോഡി ഷെൽസിലൊന്നും ബേസ് ഓപ്ഷനും ഫുൾ ഓപ്ഷനും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവാറില്ല. പക്ഷേ ഓരോ വേരിയന്റ് ഹയർ ആവും തോറും ഫീച്ചേഴ്സും അതേപോലെ തന്നെ ലക്സുറി ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ കൂടുതൽ വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് എപ്പോഴും ലിമിറ്റഡ് ബഡ്ജറ്റ് ആണെങ്കിൽ അതിന്റെ ഈ ഒരു പറഞ്ഞ രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ല, ബഡ്ജറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ എപ്പോഴും ടോപ്പ് എൻഡ് വേരിയന്റ് വാങ്ങുന്നതാണ് ബെറ്റർ. കാരണം എല്ലാ മാനുഫാക്ചറും അതിന്റെ ഏറ്റവും ഫീച്ചേഴ്സും ഏറ്റവും സേഫ്റ്റിയും കൊടുക്കുക ടോപ്പ് എൻഡ് വേരിയന്റിലാണ്. കളർ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ എങ്ങനെയാണ് ആ വണ്ടിയെ കെയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് കളർ സെലക്ട് ചെയ്യേണ്ടത്. സപ്പോസ് നമ്മുടെ വണ്ടി ഒരു ഓപ്പൺ സ്പേസിലാണ് പാർക്ക് ചെയ്യുക, നമുക്ക് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും അത്ര ടൈമോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുക. പ്രത്യേകിച്ച് വൈറ്റ്. സ്റ്റൈലിഷ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്യുക. ഉദാഹരണം ബ്ലാക്ക്, റെഡ്, ഗ്രേ, ഇങ്ങനെയുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക. കാരണം അതിൽ ക്രോം എലമെന്റ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ലുക്കായിരിക്കും. ഏത് എൻജിൻ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളെ വണ്ടി എത്ര കിലോമീറ്റർ ഓടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, സെക്കൻഡ് ടൈമാണ് ഒരു വണ്ടി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഉപയോഗിച്ച വണ്ടി എത്ര കിലോമീറ്റർ ആവറേജ് ഓടാറുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം എപ്പോഴും ഡീസൽ എൻജിനാണ് കൂടുതൽ മൈലേജ് കിട്ടുക, പക്ഷേ മെയിൻ്റെനൻസ് കൂടുതലും ഡീസൽ വണ്ടികൾക്കാണ്. ഡീസൽ എൻജിൻ ഓപ്ഷൻ വാങ്ങി നമ്മളത് കുറച്ച് കൂടുതൽ കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങിയതിനെ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് ഉള്ളൂ. കാരണം ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും തമ്മിലുള്ള വില കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമുക്ക് കവറായി വരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ കിലോമീറ്റർ ഓടിക്കണം. ഇനി അതല്ല, എപ്പോഴെങ്കിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ചെറിയൊരു കിലോമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടിയിലേക്ക് പോകാം. ഇലക്ട്രിക് വണ്ടീനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഇതിലേത് ട്രാൻസ്മിഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ട്രാൻസ്മിഷൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ബഡ്ജറ്റ് ലിമിറ്റഡ് ആണ്, അതിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ മാനുവലിലേക്ക് പോവാം. മാനുവൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു സ്ഥലത്ത് നിന്ന് പോയി വേറൊരു ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഏരിയയിൽ കൂടി ട്രാവൽ ചെയ്ത് ഒരു പർട്ടിക്കുലർ ബി പോയിന്റിലേക്ക് പോയി സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള യാത്രകളാണ് കൂടുതലുണ്ടെങ്കിൽ മാനുവൽ നമുക്ക് കുഴപ്പമില്ല. അതല്ല, ട്രാഫിക് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉള്ള ഏരിയ, അതേപോലെ തന്നെ നമുക്ക് അത്ര ഡ്രൈവിംഗ് അത്ര ഓക്കെ അല്ല, ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് അല്ല, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാനാണ് താല്പര്യം, ബിസി ലൈഫാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഇപ്പം അധിക പേരും ഓട്ടോമാറ്റിക് ആണ് ഓപ്റ്റ് ചെയ്യാറ്. അതിന്റെ പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഒരു വണ്ടി ഏത് ഓപ്ഷൻ, ഏത് മാനുഫാക്ചർ, ഏത് വേരിയന്റ് എന്നുള്ള ഒരുവിധം ക്ലിയർ ആവും. നിങ്ങളെ നീഡ്സ് ഒരു സ്പെസിഫൈ ആണെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കമൻസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ നെക്സ്റ്റ് ഒരു
വീക്കിലി നമ്മൾ ചെയ്യുന്നതാണ്. ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അട്ടോസ് ഓട്ടോമോട്ടീവായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പുതിയ വാഹനം വാങ്ങിക്കാനുള്ള എല്ലാ ഗൈഡൻസും എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ.